കോഴിക്കോട് താമരശ്ശേരിയിലെ യുവതിയുടെ മരണത്തിൽ ദുരൂഹതയേറുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഹസ്ന പങ്കാളിയായ ആദിലിന് അയച്ച ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. തന്നോട് സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്ന് യുവതി പറയുന്നത് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കോടി സുനി മുതൽ ഷിബു വരെ കുടുങ്ങും എന്ന് യുവതി പറയുന്നു. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ ഒപ്പം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എൻ്റെ ജീവിതം പോവുകയാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിനി മുതൽ ഷിബു വരെ കുടുങ്ങും. സത്യമാണ്. ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ അടിക്കുന്ന ലഹരിൻ്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില്ല, പോലീസുകാരുടെ ഇടയിൽ എങ്കിൽ രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയും, ഇല്ലെങ്കിൽ ഇനി ഫോൺ എടുത്തോ. യുവതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ദിൽഷ തിലകനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിൽഷ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ ശബ്ദ സംഭാഷണത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. ലഹരിയുമായുള്ള ബന്ധം, ലഹരി ശൃംഖലയുമായുള്ള ബന്ധം മാത്രമല്ല, കൊടിസുനി വരെ കുടുങ്ങും എന്ന് പറയുമ്പോൾ ഒരുപാട് നിർണായകമായ വിവരങ്ങൾ ഹസ്നയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്? പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും സ്വാതി, നിർണായകമായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം തന്നെയാണ് ഹസ്നയുടേത് പുറത്തു വന്നിട്ടുള്ളത്. 2 ദിവസം മുമ്പാണ് താമരശ്ശേരി കൈതപ്പൊയിലെ ഹൈസൻ അപ്പാർട്ട്മെന്റിൽ ഹസ്നയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത്. കാക്കൂർ സ്വദേശിനിയാണ് ഹസ്ന. ഭർത്താവും 3 മക്കളുമുണ്ട്. ഇവരെല്ലാം ഉപേക്ഷിച്ച് പങ്കാളിയായിട്ടുള്ള ആദിലിന്റെ കൂടെ കഴിഞ്ഞ 8 മാസമായിട്ട് കൈതപ്പൊയിലെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയായിരുന്നു. അതിനിടെയാണ് ഹസ്നയെ ജീവനൊടുക്കിയ നിലയിൽ കിടപ്പുമുറിയിൽ കാണുന്നത്. രാവിലെ 10 മണിയായിട്ടും വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് പങ്കാളിയായ ആദിൽ തന്നെയാണ് ഇത്തരത്തിൽ വീട്ടുടമ എല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് റൂമിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറുന്നതും ഹസ്നയെ ജീവനൊടുക്കിയ നിലയിൽ കാണുന്നതും. ഈ ഒരു സംഭവത്തിന് പിന്നാലെ പോലീസ് കൃത്യമായി പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച ശേഷവും ഇത്തരത്തിൽ ദുരൂഹതയില്ല എന്നായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രതികരണം. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ബന്ധുക്കൾ വിഷയത്തിൽ ദുരൂഹത ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പങ്കാളിയായിട്ടുള്ള ആദിൽ ദുരൂഹമായിട്ടുള്ള പല ഇടപാടുകൾക്കും ഹസ്നയെ ഉപയോഗിച്ചതായിട്ടാണ് കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ ആദിലിന് താമരശ്ശേരി പ്രദേശങ്ങളിലെല്ലാം തന്നെ നേരത്തെ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് സംഘത്തിലെ കണ്ണിയാണ് ആദിൽ. മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കുറെ കേസുകളിൽ പ്രതിയാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ പോലും പോലീസ് ഇതിൽ ദുരൂഹതയില്ല എന്നാണ് പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹസ്നയുടെ ഈ നിർണായകമായിട്ടുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഇത് ആദിലിന് അയച്ചതാണ് എന്നാണ് കുടുംബം പറയുന്നത്. തന്നോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പുറത്ത് വെളിപ്പെടുത്തുമെന്നാണ്. കോടി സുനി മുതൽ ഷിബു വരെ ഇതിൽ പെട്ടുപോകും എന്നും അടക്കം ആ ശബ്ദ സന്ദേശത്തിൽ കേൾക്കാം. എന്തായാലും ഈ ബന്ധുക്കളുടെ ആരോപണം സത്യമാണ്. അത് കൂടുതൽ മറ നീക്കി പുറത്തു വരുന്നതാണ് ഈ ഒരു ശബ്ദ സന്ദേശത്തിലൂടെ നമുക്ക് തെളിവാകുന്നത്. എന്തായാലും പ്രാഥമിക പരിശോധനയിൽ ദുരൂഹതയില്ല എന്നാണ് പോലീസ് പറയുന്നതെങ്കിലും ഈ ശബ്ദ സന്ദേശത്തിലടക്കം ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് സത്യം വെളിവാക്കുന്നത്. എന്തായാലും ബന്ധുക്കൾ കൂടുതൽ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണം. അതിൽ വ്യക്തമാണ്.